ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് എക്സാമിന് മാത്സിൻ്റെ എക്സാമാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിന് റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ആൻസർ ചെയ്തിരുന്നത്. ഇത് 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 10th-ൻ്റെയും 11th-ൻ്റെയും 12th-ൻ്റെയും എല്ലാം 8th-ൻ്റെയും എല്ലാം CBSE സ്റ്റേറ്റ് ICSE ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ എക്സാമിനും തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ ABCD ഈസ് എ ക്വാഡ്രിലാറ്ററൽ ആംഗിൾ D = 180 ഡിഗ്രി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഒരു ഫിഗർ ആയിട്ട് തന്നിരിക്കുന്നത്. ABCD എന്ന് പറയുന്നത് AB BC CD AD 4 സൈഡ് ഉണ്ട്, അതുകൊണ്ടാണ് അതിന് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഇവിടെ ആംഗിൾ D എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. അപ്പോൾ ബാക്കി ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C കൂട്ടിയാൽ എത്രയായിരിക്കും? വളരെ സിമ്പിൾ ആണ്. ഒരു ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ ആംഗിളും കൂടി കൂട്ടിയാൽ 360 ഡിഗ്രിയാണ്. അപ്പോൾ 360 80 കുറച്ച് കഴിഞ്ഞാൽ ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് C നമുക്ക് 360 - 80 280 ഡിഗ്രി കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, if the measures of angle A, angle B and angle C are in the ratio 1:1:2, find angle B and angle B and C. Find angle A, angle B and angle C. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C എന്ന് പറഞ്ഞ ഈ 3 ആംഗിൾസ്, അതായത് ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന ഈ 3 ആംഗിൾസ് തമ്മിലുള്ള റേഷ്യോ 1:1:2 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ബി ആംഗിൾ സിയും കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നേരത്തെ അറിയാം ആംഗിൾ ഡി 80 ആണെന്ന് നമുക്കറിയാം, തന്നിട്ടുണ്ട്. ഇത് 3 കൂടി 280 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിൽ നിന്ന് ആംഗിൾ എ എന്ന് പറയുന്നത് 3 കൂട്ടി കിട്ടുന്ന 280 ആണ് ഇൻറ്റു 1:1:2 എന്ന് പറയുന്നത് 280യുടെ 1/4 ഭാഗമായിരിക്കും ആംഗിൾ എ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ A1 ടോട്ടൽ 4, 280ന്റെ 1/4 ദാറ്റ് ഈസ് 70 ഡിഗ്രി ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ആംഗിൾ ബി എന്ന് പറയുന്നതിന്റെ റേഷ്യോയും 1 തന്നെയാണ്. 1:1:2 1 ആണ്. അപ്പൊ ആംഗിൾ ബി എന്ന് പറയുന്നത് 280 ഇൻറ്റു 1/4, അപ്പൊ നമുക്ക് 70 ഡിഗ്രി കിട്ടും. ഇനി ആംഗിൾ സി എന്ന് പറയുമ്പോൾ റേഷ്യോയിൽ മാറ്റം വന്നിട്ടുണ്ട്, അത് 2ലേക്ക് വരും. 1:1:2 ആണ്. ആംഗിൾ സി എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിൾ ഇൻറ്റു 280 ഇൻറ്റു സിയുടെ ഭാഗം എന്ന് പറയുന്നത് 2/4 ആണ്. മൊത്തം ഇതിന്റെ 2 ഭാഗമാണ് സി ഉള്ളത്. അപ്പൊ 280 2/4. അപ്പൊ നമുക്കിവിടെ 280യില് 2 പ്രാവശ്യം 280യിൽ നമുക്ക് ഒറ്റ ഡിഗ്രി 4 കൊണ്ട് ചെയ്യുമ്പോൾ 280യിൽ 4 70 × 4 ആണ് 280. 4ൽ 4 ഒരു പ്രാവശ്യവും 70 × 2 140 ഡിഗ്രി കിട്ടും. ഇനി അടുത്ത ചോദ്യം, ഇത് 2 മാർക്കിന്റെ ചോദ്യമാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അടുത്ത ചോദ്യം, ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ എ ക്ലാസ് ആർ ഇൻ ദ റേഷ്യോ 2:3. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് 50. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഗേൾസ്? അപ്പോൾ ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും റേഷ്യോ അംശബന്ധം എന്ന് പറയുന്നത് 2:3 ആണ്. മൊത്തം കുട്ടികളുടെ എണ്ണം 50 ആണ്. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ മൊത്തം കുട്ടികളുടെ 50 ആണ്. അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. അപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള റേഷ്യോ, അപ്പോൾ നമ്മുടെ ചോദ്യം കൃത്യമായിട്ട് വായിക്കും. ഗേൾസ് ആൻഡ് ബോയ്സ് തമ്മിലുള്ള റേഷ്യോ, പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. അപ്പോൾ മൊത്തം എണ്ണത്തിന്റെ 2/5 ഭാഗമാണ് ആര് വരാ? ഗേൾസ് വരാം. അപ്പോൾ 50 × 2/5. അപ്പൊ നമുക്ക് 5ൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5ൽ 5 പ്രാവശ്യം 50 10 പ്രാവശ്യം 10 × 20. അപ്പൊ നമുക്ക് 10 × 2 20 ആണ് കിട്ടുക. ഇനി ബോയ്സിന്റെ എണ്ണം കാണാം. അപ്പൊ നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാം. കാരണം മൊത്തം 50 കുട്ടികളാണ് ഉള്ളതെങ്കിൽ 20 കുട്ടികൾ പെൺകുട്ടികളാണെങ്കിൽ ബാക്കി ആൺകുട്ടികളുടെ എണ്ണം 50 - 30. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇതല്ലെങ്കിൽ മറ്റു വഴി കൂടി ചെയ്യാൻ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്പർ ഓഫ് ബോയ്സ് ടോട്ടൽ കുട്ടികളുടെ എണ്ണം 50 ആണ്. അതില് ഗേൾസിന്റെയും ബോയ്സിന്റെയും റേഷ്യോ 2:3 ആണ്. അപ്പൊ മൊത്തം കുട്ടികളുടെ 3/5 ഭാഗമാണ് ബോയ്സ് ഉള്ളത്. അപ്പൊ 50 × 3/5. അപ്പൊ നമുക്ക് 50ല് 5 10 പ്രാവശ്യം, 5ൽ 5 1 പ്രാവശ്യം, നമുക്ക് 10 × 3 30. അങ്ങനെ നമുക്ക് കിട്ടും. വളരെ എളുപ്പമാണ്. മറ്റു ചോദ്യങ്ങൾ നമുക്ക് ആൻസർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഇടുക. തീർച്ചയായിട്ടും മാത്തമാറ്റിക്സ് പരീക്ഷയുടെ എല്ലാ കുട്ടികളിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടും. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. കാരണം ഈ 8ാം ക്ലാസ്സിലെ ബേസ് ആണ് അടുത്ത ക്ലാസ്സുകളിലേക്ക് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. മാത്തമാറ്റിക്സിൽ നല്ല മാർക്ക് എല്ലാവരും നേടാനായിട്ട് കഴിയട്ടെ. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്.